ഹായ് ഹലോ, എല്ലാവരുടെയും ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എവിടം വരെയായി? നാളെയാണ് ക്രിസ്മസ്. അപ്പം ഞാൻ പുൽക്കൂട് ഒരുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഒരുപാട് വൈകിപ്പോയി ഇപ്രാവശ്യം. അതിന് വേണ്ടിയിട്ട് വൈക്കോല് കിട്ടിയില്ല. അപ്പോൾ പുല്ല് കുറച്ച് വെട്ടിയരിഞ്ഞ് ഉണക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കമ്പുകൾ വെട്ടിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കേട്ടോ. വെട്ടിയെടുത്തിട്ട് അത് കെട്ടിക്കൊടുത്തു. എന്നിട്ട് ആ പച്ച സംഭവമൊക്കെ ചുറ്റി കൊടുത്ത് മുകളിലൊരു സ്റ്റാർ വെച്ചു. കുഞ്ഞു ബോളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ അതിൽ ലൈറ്റൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ പുല്ല് വെട്ടി ഉണക്കിയത് ഉണങ്ങി വൈക്കോലിന് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെച്ചു കൊടുത്തു. പുൽക്കൂടിനുള്ളിൽ അതൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വിത്ത് കടുകൊക്കെ ഇങ്ങനെ മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കടുക് ഉലുവയൊക്കെ മുളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുൽക്കൂടിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ കുഞ്ഞു മെറ്റൽ കല്ലുകളൊക്കെ നിരത്തി ആ എടുത്ത് അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാണുമ്പോൾ ഒരു മുറ്റത്ത് പച്ചപ്പൊക്കെ ആയിട്ട് ഉണ്ടാകുമ്പോൾ കാണാൻ ഒരു രസമാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ രൂപങ്ങളൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. മാതാവിനെ, പിതാവിനെ, അങ്ങനെ രാജാക്കന്മാർ, ആട്ടിൻ കുഞ്ഞുങ്ങൾ, ആട്ടിടയന്മാർ, അങ്ങനെയുള്ള എല്ലാ രൂപങ്ങളും വെച്ച് കൊടുത്തു കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കുന്നതും ഓണത്തിന് ഇതിനെ പൂക്കളിടുന്നത്, പിന്നെ തൃക്കാർത്തിക്ക് ദീപം തെളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് വൈകിപ്പോയി പുൽക്കൂട് ഒരുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ നാളെയാണ് ക്രിസ്മസ്. അപ്പോൾ അങ്ങനെ ട്രീയിൽ ലൈറ്റൊക്കെ ഇട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സൂപ്പറാക്കി കേട്ടോ. ധൃതി പിടിച്ച് ചെയ്തതാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്ത് മുമ്പ് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് നാളെയാണ് ക്രിസ്മസ്. അപ്പോൾ അതിൻ്റെ തട്ടിക്കൂട്ടി കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഹാപ്പി ക്രിസ്മസ്.